ലിജോ, മലയാളിയുടെ സാഹിത്യ അഭിരുചികളെ പുനർനിർണയിച്ച എഴുത്തുകാരൻ, മലയാളം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ആരും ഒരു MT കഥയെങ്കിലും വായിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്രയ്ക്കും വലിയ നഷ്ടം, ഒരു വലിയ നഷ്ടം എന്ന് പറയുന്ന വാക്ക് നമ്മൾ MTക്കൊപ്പം ചേർത്ത് പറയുമ്പോൾ ഒട്ടും തന്നെ കൂടുതലല്ല, അതിശയോക്തിയല്ല. അതിലും കൂടുതൽ വലിയ വാക്കുകൾ നമുക്ക് വേണ്ടിവരും അദ്ദേഹത്തിൻ്റെ നഷ്ടം വിലയിരുത്താൻ എന്ന് തോന്നുന്നു, അല്ലേ? ലക്ഷ്മി, ഇപ്പോൾ MT വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമായി ഗോവ ഗവർണർ CS ശ്രീധരൻപിള്ള എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഗോവയിൽ നിന്ന് കോഴിക്കോട് എത്തുകയും ഇപ്പോൾ MTയുടെ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഡോക്ടർ CS ശ്രീധരൻപിള്ള അവിടേക്ക് എത്തിയിരിക്കുന്നു. ചലച്ചിത്ര മേഖലയിലെയും സാഹിത്യ മേഖലയിലെയും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകളാണ് എപ്പോഴും MT വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി സിത്താരയിലെ കൊട്ടാരം റോട്ടിലുള്ള സിത്താര എന്ന ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 പതിറ്റാണ്ടെന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ഈ 7 പതിറ്റാണ്ടോളം കാലം മലയാള സാഹിത്യത്തിൽ പല മേഖലകളിലായി MT എന്ന എഴുത്തുകാരൻ കൊണ്ടുവന്നിട്ടുള്ള ഭാവുകത്വങ്ങൾ അത് ഓരോ കാലത്തും ഓരോ ആളുകളെ, ഓരോ തലമുറയെയും ആ തരത്തിൽ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം. 1950കളിൽ തുടങ്ങിയ എഴുത്ത്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കഴിഞ്ഞ് വലിയ താമസമൊന്നും ഇല്ലാതിരുന്ന കാലം മുതൽ തുടങ്ങിയ എഴുത്താണ്. ആ എഴുത്തിന് അത് ഏതാണ്ട് 20-21 വയസ്സ് മുതൽ എഴുതി തുടങ്ങുകയും അതിൽ 24-ാം വയസ്സിൽ അത് വലിയ ഗംഭീരമായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്നാണ് എത്രയോ വർഷങ്ങളോളം, 70 വർഷങ്ങളോളം നിരന്തരമായി എഴുതുകയും അത് ആളുകളെ പ്രചോദിപ്പിക്കുകയും ആളുകൾ അത് വായിക്കുകയും അത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിൽ വരെയും അത്തരത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു എന്ന് MT പറയാറുണ്ട്. അതായത് ഞാൻ എഴുതിയത് ചിലത് ഇപ്പോഴും വായിക്കപ്പെടുന്നു എന്നതിൽ അദ്ദേഹം വലിയ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ഓരോ തലമുറ കഴിയും തോറും മറ്റൊരു തലമുറ MTക്ക് വായനക്കാരായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അനശ്വരനായിട്ടൊരു എഴുത്തുകാരൻ, ഒരു വിഖ്യാത എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ മാറിയതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് തോന്നുന്നു. എഴുത്തിന്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും കൈവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ചില ആളുകൾ MTയെ കുറിച്ച് പറയുന്നത് ഒരു മൗനിയായ എഴുത്തുകാരൻ, ഒരു ബുദ്ധന് സമാനമായ തരത്തിൽ അത്രത്തോളം അലയടിക്കുന്ന ഒരു കടൽ ഉള്ളിൽ പേറിക്കൊണ്ട്, അത്രയും കഥാസാഗരങ്ങൾ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മൗനിയായ എഴുത്തുകാരനാണ് MT. പക്ഷെ അപ്പോഴും പല സമയങ്ങളിലും അദ്ദേഹം വാചാലരാകാറുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹം എഴുത്തുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളിൽ അദ്ദേഹം ലോക സാഹിത്യത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്നു നിന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞ ഭാഗ്യമുണ്ടായ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് പല എഴുത്തുകാരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. അത്രത്തോളം വിശാലമായ അർത്ഥത്തിൽ ലോക സാഹിത്യത്തെ മുഴുവൻ വായിക്കുകയും അത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു പുസ്തകം ലഭിക്കാൻ അത്രയൊന്നും പ്രയാസമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ MTയുടെ തുടക്കകാലം മുതൽ അദ്ദേഹം ലോക സാഹിത്യത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട കൃതികളും പ്രധാനപ്പെട്ട എഴുത്തുകാരെയും മനസ്സിലാക്കുകയും അവർക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ എന്ന നിലക്കാണ് അദ്ദേഹം ഒരു ആധുനികതയുടെ കാലം അദ്ദേഹത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് MTയെ കുറിച്ച് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. തകഴിയോ അല്ലെങ്കിൽ അതിനുശേഷം വന്നൊരു നിര എഴുത്തുകാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു തലത്തിലേക്ക് എഴുത്തിന്റെ പുതിയ രൂപങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുചെന്നെത്തിക്കാൻ MTക്ക് കഴിഞ്ഞു എന്നതിന്റെ കാരണം അദ്ദേഹം ലോക സാഹിത്യത്തെ അത്രത്തോളം കൃത്യമായി പിന്തുടർന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലക്കാണ്. താൻ എഴുതുന്നത് എന്നതിനപ്പുറത്തേക്ക് ലോകത്ത് എന്തൊക്കെയാണ് എഴുത്തുകളിൽ നടക്കുന്നതെന്ന് കൃത്യമായ ധാരണയുള്ള, അത് അദ്ദേഹത്തിന്റെ അവസാന കാലം വരെയും അദ്ദേഹം അത് പിന്തുടർന്നു പോന്നിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് MT ആ തരത്തിൽ ഒരു ഇത്രയും വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ ഒരു സാഹിത്യ ലോകത്ത് നിൽക്കുകയും അദ്ദേഹത്തിന്റെ പുതിയ എഴുത്തുകൾക്കായി ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ പണ്ട് എഴുതി വെച്ച പല ചെറുകഥകളും പിന്നീട് സിനിമയാക്കാവുന്ന തരത്തിൽ ഓരോ ചെറുകഥകളെയും അങ്ങനെ കൊണ്ടുവന്ന്
ചേർത്ത് വെക്കാൻ കൂടി MD-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. MD-യുടെ ഓരോ ചെറുകഥകളും ഓരോ സിനിമയ്ക്ക് തുല്യമായ തരത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന പശ്ചാത്തലമുള്ള അതിന് ശേഷിയുള്ള കഥകൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ആ തരത്തിൽ അവിടെയും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് അദ്ദേഹം ചാർത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലുള്ള സംവിധായകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തിരക്കഥ കിട്ടിയാൽ, MD-യുടെ ഒരു തിരക്കഥ കിട്ടിയാൽ ഒരു മികച്ച സംവിധായകനാകാൻ കഴിയുന്ന ആളാവും ഓരോരുത്തരും എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ തിരക്കഥകളെ കുറ്റമറ്റതാക്കി എന്നുള്ളതാണ്. മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് താഴ്വാരം പോലെയുള്ള സിനിമയിലൊക്കെ മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങൾ അത്രത്തോളം രൂക്ഷമായി ഭാവപ്രകടനങ്ങളിലൂടെയും കഥാപശ്ചാത്തലത്തിലൂടെയും ആ ഭൂപ്രകൃതിയിലൂടെയും ഒക്കെ മനുഷ്യർക്ക് കാണിച്ചു തരുന്ന തരത്തിൽ കഥകൾ എഴുതുകയും അതിന് തിരക്കഥ ഒരുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് MD. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ സിനിമ എന്ന മേഖലയെ, ആ മാധ്യമത്തെ വളരെ ഗംഭീരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ മറ്റൊരു എഴുത്തുകാർ അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഇത്രത്തോളം ശോഭിച്ചു നിൽക്കുന്ന മറ്റൊരാൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെയാണ് MD സിനിമയിൽ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലക്ക്, സംവിധായകൻ എന്ന നിലക്ക് മികച്ച ആളായി മാറുന്നത്. അങ്ങനെയാണ് എന്നുള്ളതാണ്. പത്രപ്രവർത്തനം എന്ന നിലയിൽ മാതൃഭൂമിയിൽ അദ്ദേഹം സബ് എഡിറ്ററായി ചുമതലയേറ്റ് ഏതാണ്ട് 12 വർഷം കൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ ചീഫ് എഡിറ്ററായി മാറി മാതൃഭൂമിയിൽ എന്നുള്ളതാണ്. നീണ്ട 2-3 ഇടവേളകൾ എടുത്തെങ്കിൽ പോലും 35 വർഷത്തോളം മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ ആണ് MD-യെ മറ്റൊരു തരത്തിൽ പത്രാധിപർ എന്ന നിലക്ക്, ഒരു ജേർണലിസ്റ്റ് എന്ന നിലക്ക് അദ്ദേഹത്തെ ഓർക്കുക. അങ്ങനെ വരുമ്പോഴും അവിടെയും മികച്ച എഴുത്തുകാരെ, പല തരത്തിലുള്ള എഴുത്തുകാരെ കൊണ്ടുവരുന്നതിൽ MD പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ആ തരത്തിൽ എഴുത്തിന് അവിടെ ഒരു അവസരം ഒരുക്കുകയും മാതൃഭൂമിയിലൂടെ തെളിഞ്ഞ നിരവധി എഴുത്തുകാർ ഇന്ന് മലയാളത്തിലുണ്ട്. ആ ആളുകളെയൊക്കെ കൈപിടിച്ചുയർത്തുന്നതിൽ MD-ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അങ്ങനെ എഴുത്തിന്റെ മേഖലയിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലയിലുള്ള ആളുകളെ കൂടുതൽ മികച്ച എഴുത്തുകാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഥാമത്സരം എന്ന നിലക്കായാലും മറ്റും ആ തരത്തിൽ അദ്ദേഹം ആളെ കണ്ടെത്തി നല്ല എഴുത്തുകാരെയൊക്കെ സ്വീകരിക്കുകയും അവർക്ക് അതിനുള്ള അവസരം നൽകുകയും ചെയ്തതാണ് അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.